എല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവിൻ. So boys, yes. ഇന്ന് നമ്മളുടെ +2 റിസൾട്ട് വരുന്ന ദിവസമായതുകൊണ്ട് നമ്മളെല്ലാവരും റിസൾട്ട് നോക്കുന്നു. തോറ്റാലും ജയിച്ചാലും നമ്മൾ അടിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. शिफास अहमद 650 113. ये तो उसमें था ना एक में. हाँ पीयूष. ओ फेल होके भी. शिफास अली 650 118. Cheers. फेल. 680 111. 111. ये तो पहले पीरियड है. फेल हो गए. ये भी फेल. ജോജോ ജോൺസൺ अब बचाएगी ना. റോൾ നമ്പർ 650 അറിയോ 115. എന്താടാ ये पास हो गया होगा. ഒന്നുകൂടി നോക്കി നോടാ അടിച്ചേ അടിക്കടാ അപ്പൊ അടി cheers. अच्छा ये भी फेल. फेल. നോക്കല്ലേ എന്നാ പിന്നെ സമയം കളയണ്ട. अब अच्छा अब ये बचा है. फेल होने भी कौन करता? चीयर्स. ये तो वही होगा पास. ഞാൻ एक ने एक तो पास हुआ है. അടിക്കുന്നില്ല. അന്തൂറ്റി എന്താ അടിക്കാത്ത? അല്ല ജയിച്ചാലും തോറ്റാലും അടിക്കാണല്ലോ നമ്മൾ തീരുമാനിച്ചത്. ഞാൻ ജയിച്ചു. एक पास तो मुझे ये तो पास हो ही जाएगा. हाँ. വാപ്പയമ്മക്ക് വന്നിട്ടുണ്ടാവുമല്ലോ. അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് വിഷമം. शराब पी रहे हैं. വീട്ടിലേക്ക് വരാം. എന്ത് കാര്യത്തിന് അവിടുന്ന് അടിക്കാം. അപ്പൊ ശരി അതെ നീ കൊടുക്കുന്ന പറ്റില്ലേക്കോ ആരുടെ പറ്റില് എന്ത് മൈൻഡല്ലേ അവന്റെ. ജയിച്ചാലും തോറ്റാലും ഒരുമിച്ച് വന്നിരുന്ന് അടിച്ച് ഹാപ്പി ആവുന്നു പറഞ്ഞവനാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാ ഷാനുവിന് പണി കിട്ടും, ഉറപ്പായിട്ടും അവന് പണി കിട്ടും. അവൻ അല്ലാത്ത നമ്മളൊക്കെ ഇങ്ങനെ തീറ്റിരിക്കും. പൊന്നളിയമ്മായി അനാവശ്യം ഓർത്താനൊക്കെ എന്തിനാണ് ഇതിങ്ങ എടുക്കുക, ഇത് അടിച്ചു തീർത്താ പോരെ. എന്തായാലും എവിടെയാണളിയാ നമുക്ക് പാളിയത്. വിദ്യാഭ്യാസ രീതി ये सही बात है. ഇന്റർനാഷണൽ ആറ്റിറ്റ്യൂഡിലാണ് കാര്യം. അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യൂടാ, നമുക്കൊരു കുപ്പി കള്ള് പറഞ്ഞാലോ. ചേട്ടാ രണ്ടോളം കള്ള്. ഞാൻ വീട്ടിൽ എങ്ങനെ കീറുന്നാടാ ഞാൻ. +2 ജയിച്ചു കഴിഞ്ഞാൽ ഇറ്റലിയിലെ ലൗലിന്റെ അടുത്തേക്ക് വിടാന്ന് ഞാനാ നമുക്ക് വാക്ക് കൊടുത്തതാ. ഓ ഇനിയിപ്പൊ ഈ തോറ്റ കഥയൊക്കെ എങ്ങനെ ഒന്ന് വിളിച്ചു പറയുന്നത്. നാണക്കേടായല്ലോ. എടാ ജോജോ, നീ എന്തെങ്കിലും ഒരു സമാധാനം തരുമോ ഒരു ദിവസം? ആ മമ്മി ഇരിക്കടാ, കഴിക്കാൻ എടുക്കട്ടെടാ. ഓ വേണ്ട ये इसी का भाई है क्या ये? റിസൾട്ടൊക്കെ വന്നേ ആഡ് ചെയ്ത്. अच्छा ഉണ്ടോടാ? ആ 3 എണ്ണം. ആണോ? കണ്ടു പഠിക്കണേന്റെ വല്ല ഗുണം നിനക്കുണ്ടോടാ. അതെ നീ ഇരിക്കും, നിനക്ക് ഒരു സാധനം തന്നു വിടാവേ. കഴിക്ക് ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്. ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇറങ്ങിപ്പോടാ. ആ നാളെ രാവിലെ കാണാം ബോട്ടിൽ നിന്ന്. ഓക്കെ अच्छा तो इसका इसका भाई नहीं है ना. फ्रेंड उसका. और मम्मी बोल रहा हूँ. इसको देख रहे हैं. ടച്ച് സുനി പണി തുടങ്ങിയിട്ടുണ്ടല്ലോ. എടുത്ത വെള്ളത്തിലേക്ക് ഇട്ടാലോ, തീറ്റൊന്നും ആവശ്യമില്ലല്ലോ. എടാ ജോജോ, അവളെന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ലോ. എന്ത് ചാടേടാ അവൾക്ക്. എടാ ചാടല്ലേ എടാ എന്റെ ക്രഷ്. ये लोग क्या कर रहे हैं. ഞാൻ പോയി എന്റെ ഡ്യൂട്ടി തുടങ്ങട്ടെ. മാറ്. ആണോ? എന്നാ ഞാൻ വരട്ടെ. എന്തിന്? വാഴ നനയുമ്പോ കുറച്ച് ചീരയും കൂടെ അറിഞ്ഞോട്ടെ. അവളെന്നെ ബെസ്റ്റ് ആക്കിയടാ. ഓ നിനക്ക് ഈ ബെസ്റ്റ് തന്നെയാണ്. ബാക്കിയുള്ള ജീവിതം അങ്ങനെ തീർക്കുക. എന്നാ അത് പിടിച്ചേ, മ്യൂസിക് ഒക്കെ കേട്ട് ഒന്ന് ചില്ല് ചെയ്തിരിക്കും. ഉണ്ടായിരുന്നല്ലോ മൈൻഡ്. ഞാനത് खुद के बारे में. ഈ എക്സാമിന് മാർക്ക് കുറയുന്നൊന്നും അത്ര വലിയ തോൽവിയല്ല. ഇതെല്ലാം ഞാൻ ടേക്ക് കയറിയില്ലേ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ടേക്ക് കയറി. ये कौन है. पता
तनु फ्रेंड होंगी ഹാപ്പി ബർത്ത്ഡേ ജോജോ നാ റിസൾട്ട് വന്ന ഇടപെടലും പാളിരിക്കുന്ന എനിക്ക് എന്ത് ബേർഡേ നീ തുറന്നു നോക്ക് പിന്നെ ഞാനും നോക്കാടി. പോരാ ഞാൻ തുറക്കാം നീ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് പഠിക്കുന്ന സമയത്ത് പഠിക്കണം वही तो ഞാൻ നിനക്ക് എത്ര ബിറ്റ് എഴുതി തന്നു. बाद में सैड होने से क्या फर्क പക്ഷെ കുഴപ്പമില്ലടാ സമയം മിസ് സത്യം സമയദോഷ. पर्स दे रही उसको पैसे डाल दो താങ്ക്സ്. ചേച്ചി എടി എന്തിനാ എന്റെ ബർത്ത്ഡേ അല്ലേ നോക്കട്ടെ ചെറിയ ലോട്ടറി ഒന്നും വേണ്ടടി ചേച്ചി. ലോട്ടറി ഒന്നും വേണ്ട. മോന്റെ പൈസ അല്ലേ അത് വരും പൈസ പൈസ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ചേച്ചി. ചേച്ചിയുടെ ഈ ലോട്ടറിയുടെ ഫസ്റ്റ് പ്രൈസ് എത്ര? 75 ओ 75 लाख അതിനേക്കാളൊക്കെ ഒത്തിരി വിലയുള്ള മുതലാണ് ചേച്ചി എന്റെ കൂടെ ഇരിക്കുന്നത്. ചേച്ചി ഒന്ന് പോയേ, ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾക്ക് കുറച്ച് സംസാരിച്ചിരിക്കാനുണ്ട്. വേണ്ട ചേച്ചി ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു. അടുത്ത വർഷം എടുക്കാം क्या हुआ क्या बोल रहे हैं वेरी गुड बोल रहे शाहरुख നമ്മളുടെ കൂടെ ഈ ആടിയില്ലവൻ. ये इसका दोस्त है ना ഇവനെന്താ ബീഫ് എന്താന്ന് വെച്ചാ കൊടുത്തേ? എന്താടാ വേണ്ടേ? ഈ മരിയനെ സ്റ്റോക്ക് ചെയ്യണ ഞാൻ കണ്ട്. സ്റ്റോക്കാ? ആര്? ഞാൻ സ്റ്റോക്കൊന്നും ഇല്ലട്ടളി, ചുമ്മാ പറഞ്ഞു. നീ എന്തിനാ അവളോട് ഉമ്മ ചോദിച്ചാ? ഉമ്മേ? ആരും ഉമ്മ ചോദിച്ചു? എനിക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഉമ്മ ഉണ്ടല്ലോ, പിന്നെ എനിക്ക് എന്താ അവളുടെ ഉമ്മ? എന്റെ ഷിഫാസെ, നിനക്ക് എന്നെ അറിയാം, എനിക്ക് നിന്നെ അറിയാം. ഷോറക്കല്ലേ? അല്ല അളിയാ, അതിപ്പോ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നതാണ്. എന്താണ് നിന്റെ പ്രശ്നം? എന്താണ്? നിന്നോട് ചോദിച്ച ആരയിക്കണം? അവനോട് പറയാനുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ കേട്ടോളൂ. ഇറങ്ങി പോയാടാ, ഇവിടെ കച്ചവടം നടക്കുന്ന സമയമാണ്. നീ പുറത്തങ്ങനെ പോയി വർത്താനം പറ. എന്റെ പൊന്നേറുതെ പറയാൻ വന്നതാ. ഇവന്മാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ശരി, കാണാട്ടാ. ഒരുത്തൻ ഇപ്പൊ തന്നെ കേറി വന്നിട്ട് നമ്മളുടെ വലുതിനെ വലിച്ചിട്ടിടിക്കും പറഞ്ഞ് പേടിപ്പിച്ചിട്ടോ വേടാ. എന്തിന്? അതിവൻ ഏതോ പെണ്ണിന് മെസ്സേജ് അയച്ചാണ്. അതിനവനെന്താ ഒരു കുളത്തിൽ ഇപ്പൊ എത്ര പേര് മീൻ പിടിക്കും? എടാ ചെറുതെ ഒന്ന് കൊടുത്തു വിട്ടില്ലടാ. എന്നിട്ട് പോയടാ പണിന്റെ കൂടെ. അതെങ്ങനെ നമുക്ക് ക്ഷമിക്കാൻ പറ്റും? ഇന്നിവിടെ കേറി വന്ന നാളെ നമ്മളെ കേറി ഇടിക്കൂല നേരെയുണ്ട്. ടീച്ച അവന് എന്തെങ്കിലും കൊടുക്കണം. ഇപ്പൊ പോയിട്ടുണ്ടാവില്ല അവൻ. ചെറുതെ കത്തി മാറ്റിക്കോ. ആരാടാ? चलेंगे മഞ്ഞയും ബ്ലാക്കും ജേഴ്സി ഇട്ടവനാടാ. क्या ही करेगा ये उसके साथ जाके उसको पीटने के लिए आ रहे हैं ആൽബിയല്ലേ? ഞങ്ങളൊന്നിച്ചാണല്ലോ സൺഡേ ക്ലാസ്സിൽ പഠിച്ചു. അതുകൊണ്ട് ഡിജെ നല്ല പവർ പഞ്ചുകളായിരിക്കണം കേട്ടോ. എന്താടാ മണ്ണ് പെണ്ണ് പൊന്ന് ഇതിനൊന്നും വലിയ തമ്മി തലയിരുന്നല്ല നമ്മൾ ഒന്നിച്ച് പഠിച്ചത്. എന്നിട്ടാണ് നീ കടയിൽ കയറി ഐറ്റ് ഇറങ്ങിയത്. പിന്നെ ഇവളോട് ഉമ്മ ചോദിച്ചാലാ? ചോദിക്കുന്നത് മര്യാദ, നീ ചെയ്തത് മര്യാദ കേട്. ഉമ്മ ചോദിച്ചതിനാണ് നീ പേടിക്കും. നീ എന്നെ അടി. Oh my god बेहोश हो गया अरे कल कैसे उल्टा हुआ इसे छोड़ दो मुझे मार वाले बॉक्सर है शायद हाँ बॉक्सिंग आती शायद उसे ना बॉक्सर है बॉक्सिंग के बारे में सर्च कर रहे हैं എല്ലാരും വരട്ടെ. वीडियो कॉल पे डिस्कस करेंगे എന്താണത്? കഴിക്കണോ? എല്ലാരും ആയില്ലേ? നമുക്ക് ഈസി ആയിട്ട് +2 ജയിക്കാനും കോളേജ് അഡ്മിഷൻ കിട്ടാനും എന്റെ ഒരു കിടിലൻ പദ്ധതി ഉണ്ട്. കോട്ട അതല്ല എടാ, സ്പോർട്സിലോ ആർട്സിലോ നമ്മൾ സ്റ്റേറ്റ് ലെവൽ വരെ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. हाँ ग्रेस मार्क्स के बेसिस पे तो पास हो सकते हो പിന്നെ നമ്മൾ തോക്കുന്ന വിഷയമൊന്നും ഒരു വിഷയമല്ല, ചോദിക്കുന്ന കോളേജിലായിരിക്കും അഡ്മിഷൻ.
ചോദിച്ചിട്ട് ആർട്സിൽ നമ്മൾ ഒരുപാട് പയറ്റിപ്പാളിയതുകൊണ്ട് ഇത്തവണ ഒരു ഫ്രഷ്നെസ്സിന് നമുക്ക് സ്പോർട്സ് പിടിച്ചാലോ? ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഈ വീഡിയോ ഗെയിമിന്റെ പുറകെയല്ലേ, നമുക്ക് കുറച്ച് റിയൽ ആയിട്ട് തന്നെ പിടിക്കാം. റിയൽ സ്പോർട്ട് ഏതാ? അങ്ങനെ ചോദിച്ചാ ബോക്സ് ഇപ്പൊ ഇവിടെ തന്നെ കണ്ടില്ലേ, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, സീതന് കൂട്ട കിക്ക് ബോക്സിംഗ് ആണ്. ഇതിനൊക്കെ ഒത്തിരി ആൾക്കാർ വേണോടാ, ഇതൊന്നും സെറ്റ് ആവൂല. എന്റെ കയ്യിൽ ആക്ച്വലി ഒരു ഐറ്റം ഉണ്ട്, പക്ഷെ അത് സോറി. എന്താണ് നീ ബിൽഡപ്പ് എടുത്ത് കാര്യം പറ. ബോക്സിംഗ്. എന്തിനു എന്തൊക്കെ സ്പോർട്സ് ഉണ്ട് ഇവിടെ? അതല്ലേ ഞാൻ പറഞ്ഞു, മറ്റുള്ളതിനൊക്കെ ഒരുപാട് ആൾക്കാർ വേണ്ടേ? നവംബർ റിങ്ങിൽ ഒറ്റക്കൊറ്റക്ക് ഒരുത്തന്നെ ഇടിച്ചാ പോരെ? ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ നീ ഇടിക്കില്ലേ? നമ്മൾ ഇടിക്കൂലടാ, ഇടിച്ച് പൊളിക്കൂലേ? ഇങ്ങോട്ട് ഇടിച്ചാൽ അങ്ങോട്ട് ഇടിക്കും. അതുകൊണ്ട് നമുക്ക് പറ്റിയ പരിപാടി ബോക്സിംഗ് ആണ്. ബോക്സിംഗ്. പക്ഷെ നമ്മളെ ബോക്സിംഗ് പഠിപ്പിക്കാൻ മാത്രം ആലപ്പുഴയിൽ ഒരു സ്ഥലം, അത് നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. എവിടെ? ആലപ്പുഴ ജിങ്കാന. ആലപ്പുഴ ജിംഖാന. ये फिल्म का नाम ना ആലപ്പുഴ ജിങ്കാന. ഓക്കെ, जिमखाना होगा ना वो, आलापुरा जिमखाना. जहाँ सीखेंगे ये बॉक्सिंग अब.